ഹലോ, എല്ലാവർക്കും ഷൈമാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാം, അധിക ദിവസം ആയില്ല ഞാൻ ഈ ഷോർട്ട് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ തന്നെ ഫുൾ വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണെന്നും പറഞ്ഞുള്ള മെസ്സേജും കമന്റും ഒക്കെ വരാൻ തുടങ്ങി. അതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എങ്ങനെ പല ഐറ്റം സോപ്പുകൾ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത്. പെട്ടെന്ന് ഒരാൾക്ക് ഒരു 3-4 ഐറ്റം സോപ്പിന് ഓർഡർ വന്ന് അതും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ്, പക്ഷേ അത് ചെയ്തു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. കറക്റ്റ് മെഷർമെന്റ് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ ആ മെഷർമെന്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ബിഗിനേഴ്സിന് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണിത്. സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസാണ് നമ്മൾ ഇടുന്ന എല്ലാം. പക്ഷെ എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ ഇച്ചിരി മടിയാണ്. അപ്പോൾ ആ ലൈക്കും കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല, നിങ്ങൾക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കനും കൂടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനും കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോടാണ് പറഞ്ഞത്. ഒരുപാട് കസ്റ്റമർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ദിവസവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഇവിടെ ഒരു 3 ഐറ്റം സോപ്പാണ് നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത്. 3 ഐറ്റം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സോപ്പ് ബേസ് തന്നെയാണ്, വെജിറ്റബിൾ ഗ്ലിസറിൻ ബേസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതും 200 ഗ്രാം വീതം 3 പാർട്ടായിട്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് മെഷർമെന്റ് ഒക്കെ നോക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഓരോന്നും ഓരോ സമയത്താണ് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരേ സമയത്തല്ല, ഒന്ന് ചെയ്ത് അത് കഴിഞ്ഞ് അത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് അത് നമ്മൾ കറക്റ്റ് അളവിൽ അതിന് വേണ്ട മെഷർമെന്റും കാര്യങ്ങളും എല്ലാം ചേർത്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചിട്ട് വേണം അടുത്തതിന് പോവാൻ. അപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് 200 ഗ്രാം സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ചൂടായി കിടക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ സോപ്പ് ബേസ് വെച്ചിട്ടുണ്ട്. ഇനി പതുക്കെ ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒഴിക്കാൻ. ഞാൻ ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം, അതല്ലെങ്കിൽ നോർമലി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നാൽപ്പാമരാതി കേരം എണ്ണയാണ് ഒരു 2 സ്പൂൺ ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം 1 സ്പൂണാണ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചത്. വെളിച്ചെണ്ണയാണെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ ഒഴിക്കാം. അതുപോലെ തന്നെ 2 സ്പൂണ് നമ്മുടെ നാൽപ്പാമരാതി കേരം ഒഴിച്ച് ഇനി അതിനകത്തേക്ക് ഒഴിച്ചത് തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത്. അതും വെറും ഒരു 3-4 തുള്ളിയെ ഒഴിച്ചിട്ടുള്ളൂ. നല്ല സ്മെല്ലാണ് തുളസിയുടെ ഫ്രാഗ്രൻസിന്. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് 2 സോപ്പാണ് 100 ഗ്രാമിൻ്റെ ആവശ്യപ്പെട്ടത് കസ്റ്റമർ. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 2 നാൽപ്പാമരാതി കേരം സോപ്പ് അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത നമ്മുടെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഗ്ലിസറിൻ ബേസ് കട്ട് ചെയ്തെടുക്കാം. ഇതും 200 ഗ്രാം സോപ്പ് ബേസ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നാൽപ്പാമരാതി കേരം അതിനകത്ത് ഒഴിച്ച മെഷർമെന്റ് മനസ്സിലായല്ലോ. 1 സ്പൂൺ ആൽമണ്ട് ഓയിലും 2 സ്പൂൺ നാൽപ്പാമരാതി കേരും. അപ്പം അടുത്ത സെക്ഷനായിട്ട് നമുക്ക് നമ്മുടെ വെള്ളം ചൂടായി കിടന്നതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് വെച്ച് അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സോപ്പിനുള്ള ഐറ്റംസ് എടുക്കാം. അപ്പം നമ്മൾ ഏകദേശം ഒരു 19 ഗ്രാം അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. 19 ഗ്രാം. അപ്പോൾ 200 ഗ്രാം സോപ്പ് ബേസിന് 19 ഗ്രാം അലോവേര ജെല്ലെടുത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ടോട്ടലി 20 ഗ്രാം ആയിട്ടുണ്ട്. 1 സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിനും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ വന്നപ്പോഴത്തേക്ക് ആ 19 ഗ്രാം ജെല്ലിൻ്റെ കൂടെ അതും കൂടെ വന്നപ്പോഴത്തേക്ക് ടോട്ടലി 20 ഗ്രാം ആയിട്ടുണ്ട്. നമുക്കത് ആ ജെല്ല് മിക്സ് ചെയ്തത് നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഈ ഒരു സോപ്പ് ബേസിനകത്ത് ഇത് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മെൽറ്റ് ആയില്ലെങ്കിൽ ചെറിയ രീതിയിൽ കട്ട കെട്ടിക്കിടക്കും. അത് നല്ലപോലെ പ്രസ് ചെയ്ത് മെൽറ്റ് ചെയ്ത് തന്നെ എടുക്കണം. നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇറക്കി വെച്ചിട്ട് നമുക്കിതിനകത്തേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ടെർമറിക്കിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു 5 തുള്ളിയോളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്മെല്ല് വേണോ അതിനനുസരിച്ച് ഫ്രാഗ്രൻസ് ഒഴിക്കാം. ഞാനൊരു 5 ഡ്രോപ്സാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ മഞ്ഞളുടെ സോപ്പിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഗ്രാമിൻ്റെ സോപ്പിനാണ് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ 200 ഗ്രാം സോപ്പ് ബേസ് എടുത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്നറിയാം. ഇത് കറക്റ്റ് 50 ഗ്രാമിൻ്റെ മോൾഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങനെ ഒരു 3 സോപ്പ് കറക്റ്റും ഒരു പകുതിയും കിട്ടിയത്. ഇനി നമുക്ക് അടുത്ത സോപ്പിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് റെഡിയാക്കാം. ഇതിപ്പം തുളസിയിലയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത തുളസിയില ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു കുറച്ച് വേപ്പില, ഒരു 10 തണ്ടിൻ്റെ അടുത്ത് ഞാൻ എടുക്കുന്നുണ്ട് വേപ്പില. അതുകൂടി ഊരിയിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് കറക്റ്റ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു വരത്തില്ല. അപ്പം നമ്മൾ കുറച്ച് അരയ്ക്കുമ്പം ഇതിനകത്തേക്ക് നമ്മുടെ കയ്യിൽ DM വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ല പേസ്റ്റായിട്ട് നമുക്കതിനെ അരച്ച് കിട്ടും. അലോവേര ചേർക്കുന്നില്ലെങ്കിൽ, അലോവേര ചേർക്കുന്നുണ്ടെങ്കിൽ അലോവേരയുടെ ജെല്ലിട്ടു. അലോവേര ചേർക്കാത്തത് കൊണ്ട് ഇത് അരയ്ക്കുന്ന സമയത്ത് അല്പം DM വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നമുക്ക് ഇനി 200 ഗ്രാമിൻ്റെ സോപ്പാണ് റെഡിയാക്കാനുള്ളത്. അപ്പം നമുക്ക് ഇതും 20 ഗ്രാം ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 20 ഗ്രാം ജ്യൂസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം മെഷർമെൻറ്റ് കറക്റ്റ് ഇതിൽ കാണിക്കുന്നത് നോക്കിയാൽ മതി എത്ര ഗ്രാം ഞാൻ എടുക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ അരച്ച ഇലകൾ എന്ന് വെച്ചാൽ തുളസിയുടെയും നീമിൻ്റെയും ഇല നന്നായിട്ട് അരച്ചെടുത്ത്, അപ്പോൾ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഞാൻ പറയല്ലോ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം DM വാട്ടർ ഉപയോഗിക്കാം. അതെല്ലാം നോർമൽ വാട്ടർ ഉള്ളെങ്കിൽ അത് ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ അലോവേര ചേർക്കേണ്ടവർക്ക് അലോവേര ചേർക്കാം. ഇതിൽ നമ്മൾ അലോവേര സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ എടുത്തത്. ആവശ്യത്തിനുള്ള ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു 20 ഗ്രാം 21 ഗ്രാമിനടുത്ത് എത്തിയത് നമ്മൾ ഇതിൽ നിന്ന് പ്രസ് ചെയ്തെടുത്തപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് വൈറ്റമിൻ ഇ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ഓയിലും ഈ നീമും തുളസിയുടെയും ജ്യൂസും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആയിരിക്കുന്നുണ്ട്. ഇതും 200 ഗ്രാം സോപ്പ് ബേസ് ആണ് മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ ഒരു 5 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഈ ഒരു ചൂടുവെള്ളത്തിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തേക്കണം. കാരണം ആ ജ്യൂസും ഈ സോപ്പ് ബേസും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ജെല്ലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാം. പക്ഷേ ഇത് കുറച്ചും കൂടി നമുക്കൊന്ന് ചൂടാവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ഈ നോർമലി ജ്യൂസ് ഐറ്റംസ് ചേർക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മളത് മെൽറ്റായി ഇറക്കി വെച്ച് ഇതിനകത്തേക്ക് ഞാൻ നീം തുളസിയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും നമ്മുടെ മണത്തിന് ഇഷ്ടത്തിന് കേട്ടോ. ഞാനൊരു 10 തുള്ളിക്കുള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു കസ്റ്റമറുടെ തന്നെ ഓർഡറാണ് നമ്മളിപ്പോൾ ഈ ഒരു ചെയ്ത 3 ഐറ്റം സോപ്പ്. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ ആണ്. അവർക്ക് റിക്വസ്റ്റ് ചെയ്തതാണ്. അവർക്ക് നീം തുളസി സോപ്പ് നിർബന്ധമായിട്ടും വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചെയ്തു കൊടുക്കുന്നത്. അവർക്ക് അലോവേര വേണ്ട, നീം തുളസിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അത് അതുപോലെ ചെയ്തു കൊടുത്ത് ബാലൻസ് വന്നത് നമ്മുടെ മഞ്ഞൾ സോപ്പിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മഞ്ഞൾ, തുളസി, നീം 3 ഐറ്റം സോപ്പിൻ്റെ ഒരു ഡബിൾ ഷെയ്ഡ് സോപ്പ് ആക്കി കിട്ടിയല്ലോ. അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് സോപ്പിനും നമ്മൾ ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മറ്റേത് ഒഴിച്ച് 5 മിനിറ്റ് കഴിഞ്ഞത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബാലൻസ് ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയത്. നമ്മുടെ 3 ഐറ്റം സോപ്പും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സോപ്പ് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡബിൾ ഷെയ്ഡ് സോപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പം ഈ സോപ്പ് ഉണ്ടാക്കുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലും അതും പെട്ടെന്ന് ഒരു 3-4 ഐറ്റം ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരം സോപ്പായാലും ഫേസ് വാഷ് ആയാലും ഷാമ്പു ആയാലും എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. ഷൈമാസ് വേൾഡ് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഓക്കെ, ബൈ, താങ്ക് യു.